ഹലോ ഫ്രണ്ട്സ്. ഈ ഓൺലൈൻ ഷോപ്പിംഗ് യുഗത്ത് മിക്ക ആൾക്കാരും ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ വാങ്ങുന്നത് ആമസോണോ ഫ്ലിപ്കാർട്ടോ പോലത്തുള്ള സർവീസിൽ കൂടെ ആയിരിക്കും. അപ്പോൾ ആമസോൺ അവരുടെ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റിൻ്റെ ഒതൻറ്റിസിറ്റി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ചെറിയൊരു സംഭവമാണത് ആമസോൺ ചെക്കോ സ്റ്റിക്കർ. അപ്പോൾ ഞാനിന്ന് ഇവിടെ കാണിക്കാൻ വന്നത് എന്താണ് ഈ ചെക്കോ ആപ്ലിക്കേഷൻ, എന്താണ് ഈ സ്റ്റിക്കറിൻ്റെ മഹത്വം. സോ ബേസിക്കലി ഈ സ്റ്റിക്കറിൽ കൂടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ പറ്റും. ഒന്നാമത്, നിങ്ങൾ വായിക്കുന്ന പോലെ ഈ പ്രൊഡക്റ്റിൽ ഡെലിവറി സമയത്തോ പാക്കേജിങ് സമയത്തോ എന്തെങ്കിലും ടാമ്പറിങ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റിക്കർ വഴി നമുക്ക് അറിയിക്കാൻ പറ്റും. ഈ സ്റ്റിക്കറിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ 4 ഡോട്ട് ഉണ്ട്. 1, 2, 3, 4. ഇലക്ട്രോണിക് ഡിവൈസസിൽ മേജർ ഇഷ്യൂ വരുന്നത് ബാറ്ററിയിലായിരിക്കും. അപ്പോൾ പാക്കേജിങ് സമയത്തോ അല്ലെങ്കിൽ ഡെലിവറി സമയത്തോ എന്തെങ്കിലും ഈ ഡിവൈസസിൽ പ്രശ്നമുണ്ടായി ഇലക്ട്രോണിക് ഡിവൈസ് ഓവർ ഹീറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന സ്റ്റിക്കറിൽ ഈ 4 ഡോട്ടും കളർ ചേഞ്ച് ആവും. പിങ്ക് കളറായിരിക്കും വരിക. അത് തന്നെ നിങ്ങൾക്ക് ഇതിൽ വായിക്കാനും പറ്റും. അപ്പോൾ ആ കളറ് കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രൊഡക്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് ആ പ്രൊഡക്റ്റ് ടാമ്പേർഡ് ആയിരിക്കും. രണ്ടാമത്തെയാണ് ഈ ചെക്കോ QR കോഡ്. ഇതിൽ കൂടെ എങ്ങനെ നമുക്ക് വെരിഫൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പേ എങ്ങനെയാണ് ഈ ചെക്കോ ഒതൻറ്റിസിറ്റി ഉറപ്പിക്കുന്നത്. ഈ പ്രിൻ്റ് എല്ലായിടത്തും പറ്റാൻ പറ്റും. പക്ഷേ ഈ സ്റ്റിക്കർ വൺ ഓഫ് എ കൈൻഡാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക കാണാം. ഇത് എംബഡഡ് സ്റ്റിക്കറാണ്. ഇത് ക്ലിയർ ആയിട്ട് കാണുന്നു അറിയില്ല. ഇത് നോക്കിക്കോ. ഇത് എല്ലാവർക്കും അങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. ഇത് വെറും ഒരു പ്രിൻ്റ് ഔട്ട് അല്ല. ഇത് അവരുടെ പ്രൊഡക്റ്റിന് ചെക്കോ ആപ്ലിക്കേഷൻ ആമസോണിന് കൊടുക്കുന്ന 1 പ്രൊഡക്റ്റ് പെർ QR കോഡിൻ്റെ സർവീസാണിത്. ഓക്കെ, സോ ഇത് ആർക്കും ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റോ കോപ്പിയോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ QR കോഡ് വെച്ച് എങ്ങനെ നമ്മൾ ഒതൻറ്റിസിറ്റി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇതിലുള്ള QR കോഡ് സ്കാൻ ചെയ്യാം. ആപ്പ് സ്റ്റോറിൽ പോവുക, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് പ്രൊസീജിയർ കാണിക്കും സ്കാൻ ചെയ്യേണ്ടത്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ജെന്യൂനിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്തതായി ഈ 4 ഡോട്ട് വെച്ച് ബോക്സിൻ്റെ ഉള്ളിലുള്ള ഈ ഇലക്ട്രോണിക് ഡിവൈസ് ഡാമേജ് ആണ് എന്ന് എങ്ങനെ അറിയാമെന്നുള്ള ചെറിയൊരു ഡെമോ കാണിച്ചു തരാം. ഈ പ്രൊഡക്റ്റ് ഹീറ്റിംഗ് കാരണം ഡാമേജ് ആയിരുന്നെങ്കിൽ നമുക്ക് സ്റ്റിക്കറുടെ കളർ ചേഞ്ച് ആവാൻ വേണ്ട. ഇതേപോലെ ഈ ബാറ്ററി ഓവർ ഹീറ്റിംഗ് കാരണം ഇലക്ട്രോണിക് ഡിവൈസ് ഹീറ്റ് ആവുകയാണെങ്കിൽ ഈ സ്റ്റിക്കറൊക്കെ ഈ കളറുണ്ടായിരുന്ന സ്റ്റിക്കർ ഈ കളറിലായി നോക്കൂ. ഈ സ്റ്റിക്കറൊക്കെ കളർ ചേഞ്ച് ആവും. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബാറ്ററി ഓവർ ഹീറ്റായി പ്രൊഡക്റ്റ് ഡാമേജ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇങ്ങനെ ഒരു കളർ മാർക്കിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഒരിക്കലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത്. So that's it folks. Have a safe shopping.